ഹായ് ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അടയുമായിട്ടാണ് കേട്ടോ. മൈദനെ കൊണ്ടുണ്ടാക്കുന്ന അടയാണ്, ശർക്കര വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം മൈദ എടുത്തിട്ടുണ്ട്. ഇനി മൈദയിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടുവെള്ളത്തിലാണ് കേട്ടോ ഞാനിത് കുഴച്ചെടുക്കുന്നത്. അതിനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മൾ മൈദയിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളത്തെ നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് ഒഴിച്ചിട്ട് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കാം കേട്ടോ. ചൂടായത് കാരണം ഞാനിത് ഇളക്കി കൊടുക്കുകയാണ്. ഈ ചൂടിൽ കുഴയ്ക്കാൻ പറ്റാത്തവർ വേണ്ട, എങ്കിലും ഒരു ഇളം ചൂടിൽ തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. ഞാനിത് അതേപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ചൂടത്ത് കുഴയ്ക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് സോഫ്റ്റായി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിതിനെ ഒന്ന് പരത്തിയെടുക്കാം. ഞാനിത് ചെറുതാക്കിയിട്ടാണ് പരത്തി എടുക്കാൻ പോകുന്നത്. ഞാനിതാ പരത്തിയെടുക്കുകയാണ്. അതേപോലെ പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം നമുക്ക് ഇതേപോലെ പരത്തിയെടുക്കാം. ചപ്പാത്തിക്ക് അത്ര വലിപ്പം വേണ്ട കേട്ടോ. പരത്തുന്നതിന് കുറച്ച് ചെറുതാക്കിയിട്ട് വേണം പരത്താൻ. എല്ലാം ഇതേപോലെ പരത്തി എടുത്തിട്ടുണ്ട്. നമുക്കിതിലോട്ടുള്ള തേങ്ങ റെഡിയാക്കാം. തേങ്ങ ചിരവി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ തേങ്ങയിലോട്ട് ശർക്കര വേണം. ശർക്കര ഇതാ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയിലോട്ട് ശർക്കരയും ഏലക്കായ, ചെറിയ ജീരകം എല്ലാം ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി പരത്തി വെച്ചത് ഓരോ ചപ്പാത്തിയായിട്ട് എടുക്കുക. അതിലേക്ക് ഈ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക, മടക്കിയെടുക്കുക. ഇതെല്ലാവർക്കും അറിയാൻ മതിയാവും. അറിയാത്തവരുണ്ടെങ്കിൽ ഇത് ഇങ്ങനെയാണ് ചെയ്യാന്നുള്ളതൊന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. എന്നാൽ ഫില്ലിങ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മടക്കി കൊടുക്കാം. ഇതേപോലെ മടക്കിയെടുക്കുകയാണ്. ഇനി എല്ലാം നമുക്ക് ഇതേപോലെ ആക്കിയെടുക്കാം. ഞാനെല്ലാം ഇതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ. സിമ്പിളാണ് ചെയ്യാനായിട്ട്. ഇതൊന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ തടവി കൊടുക്കുക. എണ്ണ തടവിയാൽ പെട്ടെന്ന് കിട്ടും, അടി പിടിക്കുകയൊന്നുമില്ല. അതുകൊണ്ടാണ് എണ്ണ തടവാൻ പറയുന്നത്. ഞാൻ ചട്ടിയിൽ എണ്ണ തടവിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി എല്ലാം ഇതേപോലെ ആക്കിയെടുക്കാം കേട്ടോ. എല്ലാം ഇതേപോലെ ചുട്ടെടുക്കാം. വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. വൈകുന്നേരം മക്കൾ വരുമ്പോഴേക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി കൊടുക്കുക. മധുരമായതുകൊണ്ട് തന്നെ മക്കൾക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാം ഞാൻ ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വലിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്.